السلام عليكم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين. صدق الله العظيم. ആദരണീയനായ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നാസർ ഫൈസി കൂടത്തായി, എന്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, ആദരണീയനായ പാലത്തായി മൊയ്തു ഹാജി സാഹിബ്, പി എ മൗലവി സാഹിബ് അച്ഛനമ്പലം, ആദരണീയനായ മുറൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഷാർജ, ഷൗക്കത്ത് ഫൈസി, പ്രിയങ്കരായ ഇസ്തിഖാമ ടീമിലെ പ്രഗത്ഭരായ യുവ പണ്ഡിത സുഹൃത്തുക്കൾ സലീം ഇർഫാനി, മുസ്തഫ അഷ്റഫി കക്കുപ്പടി, എം ടി അബൂബക്കർ ദാരിനി, നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് രാമന്തളി ഉൾപ്പെടെ പ്രഗത്ഭനായ SKSന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി സത്താർ പന്തൽ ഉൾപ്പെടെയുള്ള ഈ സ്റ്റേജിലും സദസ്സിലും ഒത്തുകൂടിയ ആദരണീയരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരായ ജ്യേഷ്ഠാന്തന്മാരെ, സുഹൃത്തുക്കളെ, പ്രത്യേകം SKSFന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, മുടിയുമായി ബന്ധപ്പെട്ട് ഇനി പരിപാടികളൊന്നും നടക്കാനിടയില്ല. തൽക്കാലം നമുക്ക് ക്രമേണ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനാകും എന്ന് കാന്തപുരം വിഭാഗം കരുതിയിരിക്കുമ്പോഴാണ് കാന്തപുരം വിഭാഗം തന്നെ കുഴിച്ച ഒരു ചതിയിൽ അവരകപ്പെട്ട് അതിന്റെ ഒരു വിശദീകരണം ഇവിടെ നടത്താൻ SKSF സംസ്ഥാന കമ്മിറ്റി നിർബന്ധിതമായത്. ഇവിടെ വിശദമായി വിശദീകരിക്കുന്നുമുണ്ട്. എന്തായാലും ഒരു കാര്യം പ്രകടമായി ബോധ്യപ്പെട്ടു. മുടിയുമായി ബന്ധപ്പെട്ട് എന്ത് അവരോട് ചോദിച്ചാലും ഇക്കാലം അത്രയും ഒഴിഞ്ഞു മാറുകയായിരുന്നു. പിന്നെ രൂക്ഷമായ വാഗ്വാദങ്ങൾ ഒരു പ്രദേശത്ത് നടക്കുകയാണെങ്കിൽ അവസാനം സംവാദത്തിലേക്ക് വെല്ലുവിളിക്കുകയും സംവാദത്തിന് കരാർ എഴുതാമെന്നൊക്കെ വെക്കുകയും ചെയ്താൽ കാരന്തൂർ മർക്കസിലെ മുടിയെക്കുറിച്ച് മാത്രം ചർച്ചയില്ല, വേൾഡ് തരത്തിലുള്ള മുടികളെക്കുറിച്ചായിരിക്കണം ചർച്ച എന്ന് പറഞ്ഞ് ആ ചർച്ചയിൽ നിന്ന് പിന്തിരിയാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു ഇത്രയും കാലം. നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അവരുടെ ഈ കുബുദ്ധി തിരിച്ചറിഞ്ഞ് ഇനി അങ്ങനൊരു ഉപാധി വച്ചാലും ശരി, എന്നാലും സംവാദം നടത്തണമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി മണ്ണാർക്കാടിൽ അതിനുവേണ്ടി കരാർ എഴുതാൻ ഒത്തുകൂടിയപ്പോൾ
നമ്മുടെ വാദം സുഖസുന്ദരമായി വസ്തുനിഷ്ഠമായി കൃത്യമായി നമ്മുടെ പ്രവർത്തകന്മാർ പ്രതിനിധികൾ എഴുതിവച്ചു. കാരന്തൂർ മർക്കസിലെ മുടി പ്രവാചക തിരുമേനിയുടെ മുടിയല്ല, സ്പഷ്ടമാണ് നമ്മുടെ ആശയം. എന്നാൽ കാന്തപുരം വിഭാഗത്തിനു വേണ്ടി അവിടെ തയ്യാറായ പ്രതിനിധികൾ തിരിച്ച് കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചു വെച്ച മുടി പ്രവാചക തിരുമേനിയുടേതാണ് എന്ന് 3 മണിക്കൂർ ചർച്ച നടത്തിയിട്ടും എഴുതാൻ തയ്യാറാകാതെ ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടിയ സാഹചര്യത്തിൽ വീണ്ടും ജനങ്ങൾക്ക് മുമ്പിൽ ഇത് വിശദീകരിക്കാനും ചർച്ച ചെയ്യാനും അവർ തന്നെ അവസരം സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉത്തരവാദപ്പെട്ട ഒരു ഘടകമാണ് SKSS. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാൽ അത് അനുഗ്രഹീതമായ ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. ആദരണീയരും അനുകരണീയരുമായ സ്വഹാബിവരന്മാരുടെ പാദസ്പർശനമേറ്റ് പുളകിതമായ പവിത്രമായ മണ്ണാണ് കേരളത്തിൻ്റെതെന്ന കാര്യം നമുക്കറിയാം. നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ പൊന്നാനി കേന്ദ്രീകരിച്ച് കടന്നുവന്ന മഹാപണ്ഡിതന്മാർ മഖ്ദൂമിങ്ങൾ, അവരുടെ ചരിത്രം ഇന്നും ലഭ്യമാണ്. പൊന്നാനി വലിയ പള്ളിയിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു സജ്ജമാക്കിയ ദർസിലേക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മലേഷ്യ, സിലോൺ, അതുപോലെ സിംഗപ്പൂർ, അതുപോലെ ജാവ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആ ദർസിലേക്ക് പഠിക്കാൻ വേണ്ടി പ്രഗത്ഭരായ പണ്ഡിത മുതഅല്ലിമുകൾ എത്തിച്ചേർന്നിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ ശേഷം കടന്നു വന്ന സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ റഹിമഹുല്ലാഹ് ലോക പ്രശസ്തമായ കേരളത്തിന്റെ ചരിത്രം ഇന്നും ആധികാരികമായി കണക്കാക്കാൻ ലോക മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ചരിത്രകാരന്മാർ ഒരുപോലെ അവലംബിക്കുന്ന ലോകത്തെ വ്യത്യസ്ത ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ട തുഹ്ഫത്തുൽ മുജാഹിദിന്റെ രചയിതാവ്, ലോക പ്രശസ്തമായ ഫത്ഹുൽ മുഈന്റെ രചയിതാവ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം, അദ്ദേഹം ഈ പാരമ്പര്യത്തിന്റെ തുടർച്ച എന്ന് മാത്രമല്ല, ലോകത്തെ പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളിൽ പോയി പ്രമുഖ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചു എന്ന് മാത്രമല്ല, വിശുദ്ധ മക്കയിലുള്ള ലോക പ്രശസ്തനായ ശാഫിഈ മദ്ഹബിലെ ആധികാരിക പണ്ഡിതൻ ഷെയ്ഖ് ഇബ്നു ഹജർ അൽ ഹൈത്തമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദർസിൽ പോയി മക്കയിൽ 10 കൊല്ലം പഠിച്ചിട്ട് അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, മഹാനായ ഇബ്നു ഹജർ അൽ ഹൈത്തമി തന്റെ കൂടെ ഗസ്റ്റായി കേരളത്തിൽ വന്ന് 10 ദിവസം തങ്ങിയെന്നും പറയപ്പെടുന്നുണ്ട്. ഈ തരത്തിൽ ലോക പ്രശസ്തരായ ഇസ്ലാമിന്റെ തനിമ കാത്തുസൂക്ഷിച്ച് പോന്ന ആ മഹത്തായ പണ്ഡിതന്മാർ അവരുടെ പൈതൃകവും പാരമ്പര്യവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹം മുന്നോട്ട് പോകുമ്പോൾ 1920കളിൽ ഒരു പോർവുമേൽക്കാതെ പാവനമായി നീണ്ട 14 നൂറ്റാണ്ടുകാലം കാത്തുസൂക്ഷിച്ചു പോന്ന ആദർശ പാരമ്പര്യത്തിന്റെ കടക്ക് കത്തിവെച്ചുകൊണ്ട് ആ ആദർശത്തെ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ നിന്ന് പറിച്ചറിയുക ലക്ഷ്യമാക്കിക്കൊണ്ട് ചില ബിദ്അഈ പ്രസ്ഥാനത്തിന്റെ ചിന്തകന്മാർ, വാഹകന്മാർ പുതിയ ചിന്തകളുമായി കേരളത്തിന്റെ മണ്ണിൽ കടന്നുകൊണ്ടുകൊണ്ട് മുസ്ലിം മനസ്സുകളിൽ വിഷബീജം വിതച്ചുകൊണ്ട് ബിദ്അത്തിന്റെ ചിന്തകൾ വിതച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ആ പാരമ്പര്യത്തിന്റെ കണ്ണികളിൽ പ്രമുഖരായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി, മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ഷെയ്ഖ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ ഉൾപ്പെടെയുള്ള പണ്ഡിത ലോകത്തെ കുലപതികളും സാദാത്തുക്കളുമായ മഹാന്മാർ 1926 ഈ ടൗൺ ഹാളിൽ വെച്ച്, കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് രൂപം കൊടുത്ത ആ പാരമ്പര്യ ഇസ്ലാമിക വിശ്വാസങ്ങളും ആചാരങ്ങളും കാത്തുസൂക്ഷിക്കാൻ വേണ്ടി രൂപം കൊടുത്ത സംശുദ്ധമായ ആദർശത്തെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി രൂപം നൽകിയ ആധികാരിക മതപണ്ഡിത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ ജംഇയ്യത്തുൽ ഉലമയുടെ ഭാഗമാണ് നാം. നമ്മുടെ പ്രവർത്തനം നിസ്സാരമല്ല. നമ്മുടെ പ്രവർത്തന രീതികൾ ചെറുതല്ല. നമുക്ക് നായകത്വം നൽകുന്നത്, നേതൃത്വം നൽകുന്നത് ഈ വലിയ മഹാന്മാർ സ്ഥാപിച്ച ആ സംഘത്തിന്റെ നേതൃത്വമാണ്. അന്ന് ഈ സംഘത്തിന് 1926 രൂപം കൊടുക്കുമ്പോൾ
ദുആ ചെയ്താൽ ഇതാ ഇജാബത്ത് കിട്ടുമെന്ന് പരക്കെ അറിയപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾ ദീർഘനേരം ഈ സംഘത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ആദരണീയരായ ഉസ്താദുമാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംഘം ഇന്നും ഭദ്രമായി കേരളീയ മുസ്ലിം സമൂഹത്തിൽ ആദർശ തനിമ കാത്തു സൂക്ഷിക്കുന്ന വിഷയത്തിൽ പ്രതിബദ്ധത പാലിച്ചുകൊണ്ട് ആദർശ രംഗത്ത് വൈകല്യങ്ങൾ സൃഷ്ടിച്ച ആളുകൾക്കെതിരെ, ചിന്തകൾക്കെതിരെ നിരന്തര പോരാട്ടം നടത്തിക്കൊണ്ട് വ്യാജസിദ്ധന്മാർക്കും വ്യാജ തരീഖത്തുകൾക്കുമെതിരെ നിരന്തരമായ വിശദീകരണങ്ങൾ നടത്തിക്കൊണ്ട് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ സന്ധിയില്ലാ സമരം നടത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ സംശുദ്ധി വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ, മറുഭാഗത്ത് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ അഭിമാനകരമായ നിലനിൽപ്പിന് എന്തൊക്കെ ആവശ്യമാണോ, സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ നന്നാക്കി വളർത്തിയെടുത്താൻ എന്താണോ ആവശ്യമെന്ന് വിശദമായി ആലോചിച്ച് രൂപകൽപ്പന നൽകി പുതിയ പുതിയ പദ്ധതികളുമായി സമസ്ത കേരള ജംഇയ്യത്ത് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മദ്രസ പ്രസ്ഥാനം 9385 മദ്രസകൾക്ക് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം വരെ 9385 മദ്രസകൾ നമ്മൾ നിസ്സാര വിഷയമല്ല. 9385 മദ്രസകൾ, അങ്ങനെ സംവിധാനം ലോകത്ത് നിലവിലില്ല. ഇത്രമാത്രം വിപുലമായ ഈ പ്രാഥമിക മദ്രസ വിദ്യാഭ്യാസ സൗകര്യം കേവലം മോത്തുപള്ളികളിൽ മാത്രം നിന്നിരുന്ന ശുഷ്കിച്ച മതപഠനം നടന്ന കാലഘട്ടത്തിലാണ് ഈ മദ്രസ പ്രസ്ഥാനത്തിന് സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ രൂപകൽപ്പന നൽകിയതും അത് സുന്ദരമായി വളർച്ച പ്രാപിച്ച് വികസിപ്പിച്ചെടുത്തതും. എന്താണെന്ന് കേരളത്തിലെ മദ്രസ വിദ്യാഭ്യാസ രംഗം? ആരാണെന്നൊരു ശില്പികൾ അഭിമാനത്തോടുകൂടി ഏത് രാജ്യത്ത് പോയും ഏത് അറബികളോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന്. ഈ 9385 എന്ന് പറഞ്ഞത് മറ്റു ചില സംഘടനകൾ ഉന്നയിക്കുന്ന പോലുള്ള നമ്പറല്ല. നമ്മുടെ മറുഭാഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ ചിലപ്പോൾ പറയും ഞങ്ങൾക്ക് 5000 മദ്രസകളുണ്ട്, ചിലപ്പോൾ പറയും 10000 മദ്രസകളുണ്ട്, ചിലപ്പോൾ 25000 മദ്രസകൾ ഇന്ത്യയിലുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ അതൊക്കെ ലോഡ്ജിന് നമ്പറിട്ട മാതിരിയാണ്. ഞാൻ ഇന്ന ലോഡ്ജിൽ 203 നമ്പറിലാണ് താമസിക്കുന്നത്. അത് ഭയങ്കര ലോഡ്ജാണ്. അപ്പൊ റൂമിന്റെ നമ്പർ 200 മുതലാണ്. ഇതുപോലെയാണ് കാന്തപുരം വിഭാഗത്തിന്റെ മദ്രസയുടെ എണ്ണം. ഇന്നുവരെ കാന്തപുരം വിഭാഗം മദ്രസയുടെ എണ്ണം നമ്പറിട്ട് ഇന്ന മദ്രസകൾ നീ എവിടെയും രേഖപ്പെടുത്തി വച്ചിട്ടില്ല. നമ്പർ 1 മുതൽ കൃത്യമായി മദ്രസകളുടെ പേരും സ്ഥലവും വെച്ച് കാന്തപുരം വിഭാഗം പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ 500 മദ്രസ പോലും കാന്തപുരത്തിന് നമ്പറിട്ട് പ്രസിദ്ധീകരിക്കാൻ സാധിക്കില്ല. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സംവിധാനം വിപുലമാണ്. മറുഭാഗത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് ഒരു ദൗർബല്യം നമ്മുടെ നേതാക്കന്മാർ കണ്ടെത്തി. നമ്മൾ നല്ല പണ്ഡിതന്മാരാണ്. ഏത് മസ്അല ചോദിച്ചാലും നമ്മുടെ ഉസ്താദുമാർക്ക് സുഖസുന്ദരമായി കൃത്യമായി പറയാൻ സാധിക്കും. ഏതൊരു മുദർരിസിനും ഏത് മസ്അലയും പറയാൻ സാധിക്കും. പക്ഷെ ഭൗതിക വിജ്ഞാനത്തിന്റെ ഒരു അഭാവം നമുക്ക് ചരിത്രപരമായ ചില കാരണങ്ങളാൽ ഇല്ലാതെ പോയി. ഭൗതിക രംഗത്ത് നമ്മൾ കുറച്ച് പിന്നിലായിരുന്നു. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് പട്ടിക്കാട് ജാമിഅനൂർ അറബിക് കോളേജിൽ ഒരു പ്രസംഗം നടന്നാൽ ആ പ്രസംഗം വിവർത്തനം ചെയ്യാൻ ചില അഡ്വക്കറ്റുമാരായി അറിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ ചില MLA-മാരോ അല്ലെങ്കിൽ ചില അഡ്വക്കറ്റുമാരെയോ കൊണ്ടുവന്നായിട്ടായിരുന്നു ആ പ്രസംഗം ഭാഷാന്തരം ചെയ്യിച്ചിരുന്നത്. ഈ ഒരു പരിമിതി നമുക്ക് ഭൗതിക പരിജ്ഞാനമുള്ള ആളുകൾ കുറവാണ് എന്ന ചിന്ത നമ്മുടെ പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെട്ടപ്പോൾ കാലോചിതമായി അവർ ആലോചിച്ചു, ചിന്തിച്ചു, ഉണർന്നു, പ്രവർത്തിച്ചു. അതിന്റെ അനന്തര ഫലമാണ് ഇന്നീ കാണുന്ന മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം. ഹുദവി, വാഫി, റഹ്മാനി, ഈ ആധുനിക ഫൈസി, ദാരിമി തുടങ്ങിയ പട്ടിക്കാട് ജാമിഅനൂർ അറബിക് കോളേജിന്റെ ജൂനിയർ കോളേജ് ഉൾപ്പെടെയുള്ള ഡിഗ്രിയും PG-യും ഒപ്പം നൽകിക്കൊണ്ട് മതപരമായ ആഴത്തിൽ പഠനം നൽകുന്ന ഈ പുതിയ സിലബസുകൾ സംവിധാനിച്ചുകൊണ്ട് സമസ്ത രംഗത്ത് വന്നപ്പോൾ ഇതാ ഇന്ന് ചുറുചുറുക്കുള്ള പണ്ഡിതന്മാരായ ചെറുപ്പക്കാർ
കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിൽ നേതൃസ്ഥാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പുറത്തെന്താണ്? അപ്പുറത്തൊരു സക്കാഫി ബിരുദമാണ് കൊടുക്കുന്നത്. ഈ ഹുദവിമാരും വാഫിമാരും ആധുനിക ഫൈസിമാരും ദാരിമമാരും റഹ്മാനിമാരും രാജ്യത്തിനകത്ത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഏത് സംഘടനകളുടെയും ഏത് ഓഫീസുകളുടെയും മേൽത്തട്ടിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് അന്തസ്സാർന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സാമുദായിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് കാന്തപുരത്തിന്റെ മർക്കസ് എന്ന് പ്രവർത്തിച്ച ചില ബിരുദധാരികൾ, സെക്കാഫിമാരാണ് ബിരുദധാരികൾ. അവരേത് ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നത്? പള്ളികൾ അവർക്ക് കേരളത്തിലില്ല, വളരെ വിരളമാണ്. പിന്നെ പറഞ്ഞ കുറെ കാലം അവർ പ്രവർത്തിയും ടെലിഫോൺ ബൂത്തുകളിലായിരുന്നു. മൊബൈൽ ഫോൺ വർദ്ധിച്ചതോടുകൂടി ടെലിഫോൺ ബൂത്തുകൾ അസ്തമിച്ചുപോയി. ഇപ്പൊ കേരളത്തിൽ അവർക്ക് ജോലിയില്ല. ഇപ്പൊ ഗൾഫിൽ ചെന്നാൽ അവരെ പെട്രോൾ പമ്പിലാണ് നമുക്ക് ഈ സക്കാഫുമാരെ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. أشهد أن محمد رسول الله. أشهد أن محمد رسول الله. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. الله أكبر، الله أكبر. لا إله إلا الله. اللهم رب هذه الدعوة التامة والصلاة القائمة محمد صلى الله عليه وسلم وبعثه مقام محمد അവസരോചിതമായി കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആവശ്യമായ കാര്യങ്ങൾ എന്തെന്ന് ആലോചിച്ച് തീരുമാനമെടുത്തതിന്റെ ഒരു സൽഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മതഭൗതിക രംഗത്ത് പ്രാവീണ്യമുള്ള ഏത് മുജാഹിദ് പണ്ഡിതന്മാരെയും ജമാഅത്ത് പണ്ഡിതന്മാരെയും കവച്ചുവെക്കുന്ന കഴിവും യോഗ്യതയും എല്ലാ ക്വാളിറ്റിയുമുള്ള ഈ പുതിയ യുവ പണ്ഡിത തലമുറ. നമുക്ക് പറയാൻ സാധിക്കും, പണ്ഡിതന്മാരെ കാണണമെങ്കിൽ വാ, സമസ്തയിലേക്ക് വാ. ആ രീതിയിൽ സമസ്തയുടെ യുവ പണ്ഡിതന്മാർ വളർന്നു കഴിഞ്ഞു. സമസ്ത സംവിധാനം സമസ്ത നിസ്സാരമായി പ്രവർത്തിക്കുകയല്ല, ആലോചനയില്ലാതെ പ്രവർത്തിക്കുകയല്ല. സമസ്തക്ക് കാലങ്ങളായി ദിനപത്രമില്ലല്ലോ. എന്താ സമസ്ത കേരള ജംഇയ്യത്തുൽ ദിനപത്രം നടത്താൻ സാധിക്കാത്തതുകൊണ്ടാണോ? സമസ്ത കേരള ജംഇയ്യത്തുൽ അനിവാര്യമായ സാഹചര്യത്തിൽ മാത്രമേ അത്തരം മേഖലകളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കൂ. എപ്പോഴാണ് അനിവാര്യത? ഈ മദ്രസ പ്രസ്ഥാനം പോലെ, അതൊരു മഹാവിപ്ലവമായതുപോലെ, മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം ഒരു മഹാവിപ്ലവമായതുപോലെ, ഇതാ ചരിത്രത്തിൽ ഒരു പുതിയ വിപ്ലവത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുടക്കം കുറിക്കാൻ പോവുകയാണ്. നോക്കൂ നിങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കാലഘട്ടത്തിൽ ദീനിന്റെ പ്രചരണത്തിന്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഭദ്രമായ നിലനിൽപ്പിന് ഇനി മറ്റ് പത്രങ്ങളെ മാത്രം ആശ്രയിച്ചു നിൽക്കാൻ പറ്റില്ല. സ്വന്തമായി പത്രം വേണമെന്ന് വിശദമായി മുഷാവറ ആലോചിച്ച് തീരുമാനമെടുത്ത് കഴിഞ്ഞ 3 വർഷമായി അതിന്റെ പ്രവർത്തനങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുക. പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുപ്രഭാതം ദിനപത്രം പ്രഖ്യാപിച്ചു. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിച്ചാൽ ഓഗസ്റ്റ് 1 കേരളീയരുടെ കൈകളിൽ സുപ്രഭാതം ദിനപത്രം എത്തിച്ചേരുക തന്നെ ചെയ്യും.
ഞാൻ പറയട്ടെ, സുപ്രഭാതം ദിനപത്രത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആഹ്വാനം ചെയ്തപ്പോൾ ഇക്കഴിഞ്ഞ ആഴ്ച വരിക്കാരെ ചേർക്കൽ ക്യാമ്പയിൻ നടക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ 9385 മദ്രസകൾ കേന്ദ്രീകരിച്ച് ഉസ്താദുമാരും മദ്രസ മഹല്ല് കമ്മിറ്റികളും SKSSF, SYS ഉൾപ്പെടെയുള്ള സംഘടനാ ഘടകങ്ങളും സംയുക്തമായി യോഗം ചേർന്ന് സുപ്രഭാതത്തിന് വരിക്കാരെ ചേർക്കുകയും പള്ളിയിൽ നിന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുകയാണ്. സുപ്രഭാതത്തിന് ഒരു മദ്രസ ഏരിയയിൽ നിന്ന് ഒരു മിനിമം ശരാശരി 40 വരിക്കാരെ കണ്ടെത്തണമെന്നായിരുന്നു സമസ്ത തീരുമാനിച്ചിരുന്നത്. എന്നാൽ തന്നെ കേരളത്തിൽ 3 ലക്ഷം വരിക്കാരുള്ള 1ാം സ്ഥാനം അലങ്കരിക്കുന്ന പത്രമായി സുപ്രഭാതം മാറുമെന്ന് വിലയിരുത്തിയിരുന്നു. പക്ഷേ കൃത്യമായ കണക്കുകൾ ഇതാ. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ നാടിന്റെ സ്ഥിതിഗതികൾ. സമസ്തയുടെ പത്രമിതാ തുടങ്ങുന്നു. അത് നിങ്ങൾ വരിക്കാരായി ചേരണമെന്ന് പള്ളിയിലെ ഖത്തീബ് ആവശ്യപ്പെട്ടപ്പോൾ ഇതിനെതിരെ എല്ലാ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങളും പല ഭാഗത്തുനിന്ന് വന്നെങ്കിലും ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർ, ആദരണീയനായ സി കോയക്കുട്ടി ഉസ്താദ് അവർ, ആദരണീയനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർ അവരുടെ സംയുക്ത പ്രസ്താവന പത്രത്തിൽ പരസ്യമായി നൽകാൻ ഇവിടെയുള്ള ചില പത്രങ്ങളിൽ കാശ് കൊടുക്കാൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ആ പരസ്യം നിരാകരിച്ചിട്ട് പോലും കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ സുപ്രഭാതം നെഞ്ചേറ്റിക്കഴിഞ്ഞു എന്ന് തെളിയിക്കുന്ന വിധം ഓരോ പ്രദേശങ്ങളിലും 100, 200, 300 വരിക്കാരെ ചേർത്തുകൊണ്ട് അതൊരു വിപ്ലവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് സമസ്ത. സമസ്ത കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിലാണ്. സമസ്തയുടെ അംഗീകാരം ബോധ്യപ്പെട്ടുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ് സുപ്രഭാതത്തിന്റെ ഈ പ്രചരണ മേഖലയിൽ ഇപ്പൊ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് എവിടെയാണ് വിജയത്തിന്റെ അടിത്തറ? അത് നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല, വ്യക്തികളുടെ കഴിവ് കൊണ്ടല്ല, സംഘടനയുടെ കഴിവ് കൊണ്ടും സംവിധാനം കൊണ്ടല്ല. ഇതിന്റെ തുടക്കക്കാരുടെ ബറക്കത്ത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ദീൻ ഭദ്രമായി ഇവിടെ നിലനിൽക്കണമെന്ന് കേരളത്തിൽ ദീൻ കൊണ്ടുവന്ന സ്വഹാബിവര്യന്മാർ പ്രാർത്ഥിച്ചിരിക്കണം. മഹാന്മാരായ മഹ്ദൂമികൾ ഈ നവോത്ഥാനവുമായി കേരളീയ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് നയിക്കണം എക്കാലവും ആഗ്രഹിച്ചിരിക്കണം. അഭിവന്ദനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാർ എക്കാലവും ഈ ദീനിന്റെ സത്യമാർഗവുമായി കേരളീയ മുസ്ലിം സമൂഹത്തിന് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചിരിക്കണം. ആ പ്രാർത്ഥനയുടെ ഫലമാണ് അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറുഭാഗത്തുണ്ടല്ലോ ഒരു സമാന്തര സമസ്ത. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നവരെ പോസ്റ്റർ വെക്കാൻ അവർക്ക് ധൈര്യമില്ല. സമസ്ത തോന്നുന്നു. അത് സമസ്ത കേരള നായർ സമാജമുണ്ട്. ഈ സമസ്ത എന്ന പേരിൽ സമാന്തരമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്ത് ആധികാരികതയാണ് സമസ്ത എന്ന് പറയാനുള്ളത്? ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആരാലും നിഷേധിക്കപ്പെടാത്ത അനിഷേധ്യ നായകന്മാരായ ഉസ്താദുൽ അസാത്തീദ് റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ശംസുൽ ഉലമ EK ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, അവരൊക്കെ ഉൾക്കൊള്ളുന്ന 40 അംഗ മുശാവറയിൽ ചില വിഷയങ്ങൾ ഗൗരവകരമായി ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, മുസ്ലിം സമുദായത്തിന്റെ ഭദ്രമായ ഭാവിക്ക് വേണ്ടി അവരെടുക്കുന്ന തീരുമാനത്തിൽ യോജിക്കാൻ സാധിക്കാത്ത, താൻ വിചാരിച്ചിടത്തേക്ക് കാലം കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കാന്തപുരം തന്റെ ബുദ്ധി പ്രവർത്തിച്ചതിന്റെ ഫലമായി കാന്തപുരം ഉള്ളാൽ തങ്ങളെ കൈപിടിച്ചുകൊണ്ട് മുഷാവറിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ 6 ആളുകൾ പുറത്തു വന്നു. 6 ആളുകളിൽ 1ാം സ്ഥാനം അലങ്കരിക്കുന്ന സ്വാഭാവികമായി അവരുടെ മുഷാവറുടെ അധ്യക്ഷനായ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആയിരിക്കണമല്ലോ. MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയട്ടെ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ. എനിക്ക് അന്ന് മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതിനോട് ഒരു യോജിപ്പില്ല. അത് മഹാന്മാരുടെ സംഘടന. ഇപ്പൊ ഉള്ളാത്തങ്ങളിന്റെ കൈ പിടിച്ചിറങ്ങുമ്പോൾ ഞാൻ എങ്ങനെ ഇറങ്ങാതിരിക്കാൻ അങ്ങനെ ഇറങ്ങിയതാണ് നിഷേധിക്കാൻ സാധിക്കുമോ? ശബ്ദരേഖ ഞങ്ങളുടെ കൈവശം ഇപ്പൊ ക്ലിപ്പിടുന്നില്ല. പ്രസിഡന്റിന്റെ തന്നെ നിലപാട് ഇതാണെങ്കിൽ
ഈ സമസ്തയോടാണ്, യഥാർത്ഥ സമസ്തയോടാണ് പ്രസിഡന്റിന്റെ പോലും ആഭിമുഖ്യമെങ്കിൽ ആ വിഭാഗത്തിന്റെ ആ നിലനിൽപ്പിന്റെ ആധികാരികത എന്ത് എന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ആർക്കും എവിടെയും ബോധ്യപ്പെടും. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ആ വിഭാഗത്തിന്റെ കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലത്തെ നിലപാട്. നമ്മുടെയൊക്കെ നാട്ടിൽ വാഴ 1000 തൂമ്പിടാന്ന് പറയും. ആ വിഭാഗം 1000 തൂമ്പ് ഇട്ടുകൊണ്ടിരിക്കുക. ഏത് നിമിഷവും അത് അവസാനിക്കാനുള്ള സാധ്യതയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ 2.5 പതിറ്റാണ്ട് കാലം അവരും പ്രവർത്തിച്ചല്ലോ. എന്തൊക്കെ രാഷ്ട്രീയ കളികൾ കളിച്ചു, ഏതൊക്കെ കക്ഷികൾക്ക് മാറി മാറി രാഷ്ട്രീയ വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചു. അവർക്ക് വോട്ടുണ്ടോ അല്ലെന്നുള്ള വേറെ കാര്യം. കാരണം കാന്തപുരം ഗ്രൂപ്പിനോട് വേറെ വോട്ട് ഏതെങ്കിലും ഒരു പാർട്ടിന്റെ ആൾക്കാരല്ലേ ആ ഗ്രൂപ്പിലുള്ളത്. പക്ഷെ രാഷ്ട്രീയക്കാരെ കബളിപ്പിക്കാൻ വേണ്ടി മാറി മാറി മുന്നണികൾക്കും വ്യക്തികൾക്കും രാഷ്ട്രീയ പിന്തുണ പതിച്ചു വരികയും ആ ഒരു നയവുമായി മുന്നോട്ട് പോയ കാന്തപുരം അള്ളാഹുവിന്റെ ദീനിനോട് തെല്ല് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, സുന്നി എന്ന ദീന് പുറത്തല്ലല്ലോ ഇവർ എന്ന്, സുന്നി എന്ന ദീന്റെ ഒറിജിനൽ മാർഗമല്ലേ, അള്ളാഹുവിന്റെ ദീനിനോട് തെല്ലൊരു ശതമാനം ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മുടെ രാജ്യത്ത് മോഡിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരുമോ എന്ന് മതേതര ജനാധിപത്യ വിശ്വാസികൾ മുഴുവനും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം. പരസ്യമായി പറഞ്ഞല്ലോ ബിജെപിയുടെ പ്രകടന പത്രിക, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, മോഡി അധികാരത്തിൽ വന്നാൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പച്ചയായി പ്രകടന പത്രികയിൽ പറഞ്ഞല്ലോ. എന്താണ് ഏക സിവിൽ കോഡ്? ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരൊറ്റ ഉദാഹരണം പറയാം. ഏക സിവിൽ കോഡ് രാജ്യത്ത് നിലവിൽ വന്നാൽ നമ്മുടെ നിക്കാഹ് നിറപറയും നിലവളക്കും കൊളുത്തുവെച്ച് നിക്കാഹ് നടത്തേണ്ടി വരും. മുസ്ലിം നിക്കാഹ് നടക്കില്ല. എല്ലാവർക്കും ഒരു നിയമം. അതാ ഏക സിവിൽ കോഡ്. അതിൽ മാത്രമല്ല, ഓരോ വിഷയത്തിലും അങ്ങനെയുള്ളൊരു നിയമം നടപ്പാക്കുമെന്ന് പരസ്യമായി പച്ചയായി പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സജീവമായി രംഗത്തുണ്ട്. അത് മുസ്ലിം പാർട്ടിയല്ല. ഇന്ത്യൻ മുസ്ലിം ലീഗ് രംഗത്തുണ്ട്, CPM രംഗത്തുണ്ട്, CPI രംഗത്തുണ്ട്, ജനതാദൾ രംഗത്തുണ്ട്. ഈ രാജ്യത്തെ ജനാധിപത്യ പാർട്ടികൾ മുഴുവൻ രംഗത്തുണ്ട്. ജാതി മതം നോക്കാതെ അവരൊക്കെ ഒരുമിച്ച് പറയുന്നു, ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരരുത്, മതേതരവാദികളുടെ വോട്ടുകൾ ഭിന്നിക്കരുത്. ഈ നിർണായക ഘട്ടത്തിലെങ്കിലും കാന്തപുരം വിഭാഗം ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരാതിരിക്കാനായി നിങ്ങളുടെ വോട്ട് വിനിയോഗിക്കണമെന്ന് മിനിമം ഒരു പ്രസ്താവന അത് പോലും കാന്തപുരം നടത്തിയില്ലല്ലോ. കാന്തപുരം ഒളിഞ്ഞും തെളിഞ്ഞും വോട്ട് കച്ചവടം പലർക്കും തിരിച്ചും മറിച്ചും സ്വകാര്യമായി നൽകി ആർക്കും വോട്ട് കൊടുത്തില്ല. അവർ കൊടുത്ത വേറെ ആളുകൾക്ക്. അതേസമയം അവസാന വാക്കിൽ പറഞ്ഞു പരസ്യമായി നല്ല ആൾക്കാരാണ് തോന്നുന്നത് ചെയ്തോളി. എന്നാൽ പോലും ഫാഷിസ്റ്റുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരാൻ, അവർക്ക് സപ്പോർട്ടിന് ഭരണകൂടത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ വിധത്തിൽ വോട്ട് ചെയ്യുക എന്ന ഒരു മിനിമം പ്രസ്താവന പോലും കാന്തപുരം വിഭാഗം ഇറക്കാൻ തയ്യാറായില്ല. ഞാൻ വിനയപൂർവ്വം കാന്തപുരത്തോട് ചോദിക്കട്ടെ, ബഹുമാന്യനായ കാന്തപുരം, മിനിമം ഫാഷിസ്റ്റുകൾക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് പറയാൻ താങ്കൾ തയ്യാറില്ലെങ്കിൽ മഴുതനിയെപ്പോലെ ഒരു സാഹചര്യത്തിൽ ജയിലിലടക്കപ്പെടുന്നു താങ്കളെ രക്ഷപ്പെടുത്തിയ ഈ അഹമ്മദ് മലപ്പുറത്ത് മത്സരിച്ചിട്ടുണ്ട്. താങ്കൾ ചരിത്രം മറക്കരുത്. അന്ന് ചേകനൂർ കേസിലെ പ്രതികളൊക്കെ താങ്കളുടെ മർക്കസിന്റെ ആളുകളാണല്ലോ. താങ്കളുടെ മർക്കസിന്റെ മാനേജർ ബോർഡിംഗ് മാനേജർ ഉസ്മാൻ മുസ്ലിയാരല്ലേ ഒരു പ്രതി, ഒരു അംസ സക്കാഫിയല്ലേ മറ്റൊരു പ്രതി. നിങ്ങളുടെ ആളുകളല്ലേ, മർക്കസുകാരല്ലേ നടത്തിയത്? താങ്കളതിൽ പ്രതികളുടെ ലിസ്റ്റിലുണ്ടായിരുന്നില്ലേ? അന്ന് CBI താങ്കളെ ചോദ്യം ചെയ്യാനായി ചെന്നൈയിലേക്ക് വിളിപ്പിച്ചപ്പോൾ ആ ചോദ്യം ചെയ്യൽ അപകടകരമായിരിക്കും, തുടർന്നവർ അറസ്റ്റ് നടക്കും, പിന്നെ രക്ഷപ്പെടുത്താൻ കേരള ഗവൺമെന്റിന് സാധിക്കാൻ സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് താങ്കൾ ഈ അഹമ്മദ് സാഹിബിന്റെ സഹായം തേടിക്കൊണ്ട് ആ അന്വേഷണം CBIയുടെ അന്വേഷണം ചോദ്യം ചെയ്യൽ കൊച്ചിയിലേക്ക് മാറ്റിത്തന്ന ഈ അഹമ്മദിനെങ്കിലും, അത് ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പേരിലെങ്കിലും, ഒരു മതേതര പാർട്ടിയുടെ മെമ്പർ എന്ന പേരിലെങ്കിലും ഈ അഹമ്മദിന് വോട്ട് ചെയ്യാൻ താങ്കൾക്ക് അഭ്യർത്ഥിച്ചുകൂടായിരുന്നു.
അവിടെ പോലും താങ്കളുടെ പാർട്ടി എന്താണ് ചെയ്തത്? വേണ്ട, താങ്കളുടെ മർക്കസിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ അതോ മിക്സഡ് വിദ്യാഭ്യാസമാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ സ്കൂളുകൾ അനുവദിച്ചു കൊടുക്കാം. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബാണ് പൊന്നാനിയിൽ മത്സരിച്ചത്. മിനിമം താങ്കൾക്ക് ആ നന്ദി കാണിച്ചുകൊണ്ട് ഈ നല്ലവണ്ണെന്ന കൂട്ടത്തിൽ ഇ.ടി. മുഹമ്മദ് ബഷീർ പെടില്ലെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഇ.ടി. മുഹമ്മദ് ബഷീറിനെങ്കിലും മിനിമം വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വോട്ടിന്റെ ആളുകളല്ലേ? താങ്കൾ അഭ്യർത്ഥിച്ചില്ലെന്ന് മാത്രമല്ല, പൊന്നാനിയിലേക്ക് ചെന്നു നോക്കി. പൊന്നാനിയിലെ ഗ്രാമാന്തരങ്ങളിലെ ബൂത്തുകളെ വോട്ടെടുപ്പ് പൂർത്തിയാക്കിയത് അന്വേഷിച്ച് കൃത്യമായ റിസൾട്ട് പറയുന്നു. ആ വോട്ട് മുഴുവനും നിങ്ങൾ നൽകിയത് മറുഭാഗത്തിനാണ്. ഇതെന്തൊരു നീചമായ വൃത്തിയാണ്. KL 11 AS 2585 റിറ്റ്സ് കാർ, അതുപോലെ KL 52 6272 ഇന്നോവ കാർ അവിടെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, മാറ്റി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. KLS 2588 റിറ്റ്സ് കാറും KL 52 6272 ഇന്നോവ കാറും താങ്കൾ ചെയ്തില്ലല്ലോ. എന്ന് മാത്രമല്ല, താങ്കൾ ചെയ്തതെന്താണ്? ഇവിടെ UDFന്റെ ആളുകളെ വിളിച്ചു നിങ്ങളെ ഏജന്റുമാർ അറിയിച്ചു, ഞങ്ങളെ വോട്ട് നിങ്ങൾക്ക് വേണ്ടേ? അല്ലേ? ഞങ്ങളെ വോട്ട് കിട്ടണമെങ്കിൽ ഇന്ന ആളുമായി ബന്ധപ്പെട്ടാൽ മതി. മലപ്പുറം മണ്ഡലത്തിൽ ഓരോ മണ്ഡലത്തിലും UDFന്റെ നേതാക്കൾ നിങ്ങൾ ആളുകൾ വിളിച്ചു പറഞ്ഞു. ഇതുപോലെ LDFന്റെ ആളുകളെ നിങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ വോട്ട് നിങ്ങൾക്ക് വേണ്ടേ? ഇന്ന ആളുകളെ ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ഭാഗത്ത് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ സ്ഥിരം പതിവാണ്, ശൈലിയാണ്. നിങ്ങൾ വോട്ട് കൊടുക്കുന്നത് ആർക്കാണെന്ന് രാഷ്ട്രീയക്കാർക്കൊക്കെ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ട് കൂട്ടരോടും വാഗ്ദാനം ചെയ്യും, പക്ഷേ നിങ്ങൾ ചതിക്കുകയാണ് പതിവ് എന്ന് രാഷ്ട്രീയക്കാർ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ ഒരു നേതാവ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കൌൺസിൽ നടന്ന സമയത്ത് കഴിഞ്ഞ ഇലക്ഷൻ സംഭവം റിസൾട്ട് വിശകലനം ചെയ്തുകൊണ്ട് 2 ദിവസം പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സംസ്ഥാന കൌൺസിൽ, കോട്ടക്കലിന്റെ സംസ്ഥാന കൌൺസിലിൽ കാന്തപുരം ചെയ്ത ചതിയെക്കുറിച്ച് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ആരെന്ത് പറഞ്ഞാലും കാന്തപുരത്ത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല, അയാൾ തനി ഫ്രോഡാണ് എന്ന്. ആ വാക്കെന്ന് കൌൺസിൽ പറഞ്ഞത് മുസ്ലിം സംസ്ഥാന ലീഡറാണ്, ഞാൻ പേര് പറയുന്നില്ല. ഫ്രോഡ് എന്ന ചതി എന്നാണ് അക്ഷരാർത്ഥത്തിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം അത് വെളിപ്പെടുത്തിയത്. പറയുന്ന വാക്ക് വെറുതെ ആളുകളെ മോഹിപ്പിക്കാൻ വേണ്ടി പറയാം. കാരണം അന്നത്തെ പശ്ചാത്തലം ഇദ്ദേഹം UDFന്റെ പ്രധാനപ്പെട്ട ആളുമായി മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരാളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഇപ്രാവശ്യം UDFന് വോട്ട് തരും. അതാരും അറിയുന്നത് മുഖ്യമന്ത്രിയായിട്ടും പറഞ്ഞ് നമുക്കൊരു ധാരണ ഉണ്ടാക്കണം, സെറ്റിൽമെന്റ് ഉണ്ടാക്കണം, നിങ്ങൾ മാത്രം വന്നാൽ മതി കൂടെ. അങ്ങനെ മുഖ്യമന്ത്രിക്ക് മുസ്ലിം ലീഗിന്റെ ഈ നേതാവ് കൂട്ടിക്കൊണ്ടുപോയി ഇപ്രാവശ്യം UDFനാണ് വോട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് LDF ജയിച്ചപ്പോ, ഇലക്ഷൻ ജയിച്ചപ്പോ, ഇതാ ഞങ്ങളെ വോട്ട് കൊണ്ടാ നിങ്ങൾ ജയിച്ചത് തന്നെ ഹാരാർപ്പം നടത്തുകയും തത്വപ്രസ്താവന നടത്തുകയും ചെയ്ത മനുഷ്യനാണ് കാന്തപുരം. അവിടെയാണ് ഫ്രോഡാന്ന് പറഞ്ഞത്. ഇത് മുസ്ലിം ലീഗിന്റെ മാത്രം വിലയിരുത്തലല്ല, CPM ഉണ്ടല്ലോ, CPMനും കൂടെ കിടന്ന ആളുകൾക്കല്ലേ രാപ്പഞ്ഞറിയും. സഖാവ് TK ഹംസവർണ്ണൻ എന്താണോ കാന്തപുരത്തെ CPMുമായി അടുപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച പാലമായി പ്രവർത്തിച്ച CPK ഹംസ പറഞ്ഞത്, നമ്മുടെ ഒരു പ്രവർത്തകനായ ഫൈസിയുമായി സംസാരിച്ചപ്പോ, അദ്ദേഹത്തിന്റെ മഹലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചപ്പോ, മുസ്ലിം നിങ്ങൾ ആര് പറഞ്ഞാലും ശരി കാന്തപുരത്തെ ഞാൻ വിശ്വസിക്കൂല. കാന്തപുരം എന്ന ആ വാക്ക് ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് മോശപ്പെട്ട വാക്കായ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരുപാട് അനുഭവമുണ്ട് മുസ്ലിയാരെ, നിങ്ങൾക്കൊന്നും മനസ്സിലായി, നിങ്ങളാണ് ആ വേഷ കണ്ടിട്ടുള്ളൂ. സത്യത്തില് ഞാനിപ്പോഴും ഒരു മുസ്ലിമാണ്, ഞാനിപ്പോഴും എന്റെ മഹലിൽ നിങ്ങൾക്ക് ചെന്നാക്കാൻ ആ ജുമാക്ക് പള്ളിയിൽ ഏത് സൊഫിലായിരിക്കുന്നത് എന്ന് നിങ്ങൾ മഞ്ചേരി മുള്ളമ്പാറ പോയി നോക്ക്. ഞാൻ ഇപ്പോഴും സ്വഹാബിമാരുടെ ചരിത്രം പഠിക്കാൻ, ഞാൻ ഇസ്ലാമിന് പോയിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട്. ഞാൻ പണ്ട് ദർസിലോട് പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഇസ്ലാമിനോട് ബഹുമാനമുണ്ട്. അങ്ങനെ വാശിയേറിയ മത്സരം മഞ്ചേരി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നടക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ കോട്ടെ, പക്ഷെ പൊരിഞ്ഞ പോരാട്ടം. എന്നോട് കാന്തപുരം ഉസ്താദ് പറഞ്ഞു, സാഹിബ് നിങ്ങൾ ജയിക്കണവിടെ, നമ്മുടെ അഭിമാന പ്രശ്ന, അതുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രം പോലെ പ്രാർത്ഥിക്കോട് വേണമെങ്കിൽ മർക്കസിക്ക് വരണം, മർക്കസിൽ എത്തിയും കുട്ടികളുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഇജാബത്താണ്. അപ്പൊ ആ കുട്ടികളും അറബിക്കുള്ള കുട്ടികളും നല്ലൊരു പ്രാർത്ഥന ഒരു ദിവസങ്ങൾ വരുന്നത്.
ഞാൻ വല്ലാതെ സന്തോഷിച്ചു പോയി. കാരണം അള്ളാഹു ദുആക്ക് ഇജാബത്ത് ചെയ്യുമല്ലോ ഇമ്മാതിരി കുട്ടികൾ പ്രാർത്ഥിച്ചാൽ. ഞാൻ മനസ്സറിഞ്ഞ് ചെന്നു, നല്ല ദുആ നടത്തി, നല്ല ഭക്ഷണം കിട്ടി, യാത്ര പറഞ്ഞ് ഞാൻ പോകുന്നു. ഞാൻ സമാധാനത്തിൽ ഞാൻ ജയിക്കുമെന്ന്. അങ്ങനെ പിന്നത്തെ ആഴ്ച ഒരു പരിപാടിയിൽ ഞാനും എന്റെ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഇതുപോലെ ഒരുമിച്ച് കൂടി. അപ്പൊ അദ്ദേഹം എന്തൊക്കെ അംസാക്കാൻ വിശേഷങ്ങൾ വെച്ചോ നല്ലതിന് തിരിച്ച് ഞാൻ പറഞ്ഞു, എന്തൊക്കെ നിങ്ങളെ വിശേഷം വെച്ചു? എനിക്ക് വിശേഷം ഉണ്ട് പറഞ്ഞു. നിങ്ങളെ മർക്കസിൽ ഉസ്താദിനെ വിളിച്ചിരുന്നു പറഞ്ഞു. എന്തോ വിശേഷം വെച്ചു? അല്ല, എന്നോട് പറഞ്ഞു നിങ്ങൾ ജയിക്കാനും മർക്കസിൽ ദുആ ചെയ്യിപ്പിക്കാൻ നന്നാവും എന്ന് പറഞ്ഞു. നിങ്ങളോട് വെച്ചു. എന്നോട് അങ്ങോട്ട് പോയോ വെച്ചു. പോകാതെ കഴിഞ്ഞ വ്യാഴാഴ്ച എന്നോട് ചെല്ലാൻ പറഞ്ഞത്. യത്തീം കുട്ടികളെയും കൂട്ടിയിട്ട് നല്ല പ്രാർത്ഥന, ഞാൻ ജയിക്കാൻ വേണ്ടി ദ്വാർന്നു, നല്ല ഭക്ഷണം കഴിച്ചാ പോകുന്നത്, നിങ്ങളെ ഉസ്താദ് ഇപ്പൊ നമ്മളെ കൂടെയാണ് പറഞ്ഞു. സുബ്ഹാന ജല്ല ജല ഒരു ടീക്ക് അംശം പറയാ, മുസ്ലിയാരെ എങ്ങനെയാ ഒരേ സമയം രണ്ടാൾ ജയിക്കുക? ഇതാണ് കാന്തപുരം. അദ്ദേഹം പറഞ്ഞു കാന്തപുരം തനി കപടനാണ്. ശരിക്ക് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ അതേ വാചകമാണ് CPMന്റെ പ്രഗത്ഭനായ കാന്തപുരത്തിന്റെ വലങ്കൈ എന്ന് വിശേഷിപ്പിക്കുന്ന TK ഹംസ പറഞ്ഞത്. TK ഹംസ ഒരു വാക്കുകൂടി പറഞ്ഞു, ഇതൊന്നല്ല മുസ്ലിയാരെ, കഥകൾ വേറുണ്ട്, ഞാനത് പറയണില്ല, സംഭവങ്ങൾ കുറേയുണ്ട്. ഒരു കാരണവശാലും കാന്തപുരം സ്വർഗത്തിൽ കിടക്കുന്ന പ്രശ്നമല്ല. കാരണം എനിക്കത് ശരിക്കറിയാം. ഇനി അഥവാ സ്വർഗത്തിൽ വരുന്നത് വിചാരിച്ചു ഈ അംശമൊക്കെ സ്വർഗത്തിൽ കിടന്ന് കട്ടൻ ചായ ഇങ്ങനെ കുടിച്ചിരിക്കുമ്പോൾ മൂപ്പര് ഇങ്ങനെ പാടി വെക്കുന്നുണ്ടാവും. അല്ല, എന്റെ മുമ്പ് വരാൻ ഒരു ക്വാളിഫിക്കേഷനും ക്വാളിറ്റി അലക്കില്ല, അയാൾ മഹാമോശാവസ്ഥ. ഇതാണ് CPM. ഇവിടെയുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടികളും കാന്തപുരത്തെ തിരിച്ചറിഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കാന്തപുരത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിൽ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ള സത്യം. പക്ഷെ ഇതല്ല കൗതുകം. എന്നിട്ട് ഈ പാർട്ടികളൊക്കെ മാറി മാറി പിന്തുണ കൊടുക്കുന്നു സ്വകാര്യം പറഞ്ഞിട്ട് ഈ കാന്തപുരം വോട്ട് മറിച്ചതാർക്കാം? കാന്തപുരം പ്രവർത്തിച്ചതാർക്കാം? ഈ ഫാസിസ്റ്റുകൾ അധികാരത്തിലേക്കാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, മോഡിയെ വെള്ളപൂശിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയെന്ന് മാത്രമല്ല, മോഡിക്ക് വേണ്ടി BJP സ്പോൺസർ ചെയ്തു എന്ന് പറയുന്ന സമ്മേളനം പോലും, മുസ്ലിം സമ്മേളനം പോലും ഗുജറാത്തിൽ പോയി നടത്തിയ കപട രാഷ്ട്രീയക്കാരനാണ്, അല്ലെങ്കിൽ മതേതര വിരുദ്ധനാണ്, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ മീർ ജാഫറാണ്. കാന്തപുരം എന്നാൽ തെറ്റാകയില്ല. ഒരു ഘട്ടത്തിൽ ശംസലമത് പറഞ്ഞിട്ടുണ്ട് മീർ ജാഫർമാർ ഇവരെ കുറിച്ച്. അത്തരത്തിലുള്ള ചതിപ്രയോഗം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഈ BJPയുമായി കാന്തപുരത്തുള്ള ബന്ധം എന്താണ്? BJPയുടെ മുൻ MP O രാജഗോപാൽ മർക്കസിൽ വന്നതാണല്ലോ. 1 കോടി രൂപ BJPക്ക് കാന്തപുരം എന്തിന് സംഭാവന കൊടുത്തു? എല്ലാ പത്രങ്ങളോട് ചർച്ച ചെയ്തല്ലോ. കാന്തപുരം അതിന് മറുപടി പറഞ്ഞത്, മർക്കസ് യത്തീംഖാന്റെ ഫണ്ടിൽ നിന്ന് ഒരു നയാ പൈസ പോലും ഞാൻ O രാജഗോപാലിന് കൊടുത്തിട്ടില്ല, BJP കൊടുത്തിട്ടില്ല. എന്നാ ഉസ്താദെ പറയണെങ്കിൽ ഏത് ഫണ്ടിൽ നിന്നാണ് ആ 1 കോടി കൊടുത്തത്? അതിന് കൊടുത്തിട്ടില്ല എന്നാ മതിയോ? ഏത് ഫണ്ടിൽ നിന്ന് കൊടുത്തില്ലേ 1 കോടി കൊടുത്തു മാത്രമല്ല, അപ്പുറത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി, ഇന്നത്തെ BJP പ്രധാനമന്ത്രി, ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ സാഹചര്യത്തിൽ 5 കോടി രൂപ നരേന്ദ്രമോദി കാന്തപുരത്തിന് ഇങ്ങോട്ട് സഹായിച്ചുവെന്ന് വാർത്ത വന്നു. ഈ വാർത്ത നിഷേധിച്ചിട്ടില്ലല്ലോ, നിഷേധിക്കാൻ കഴിയില്ലല്ലോ. രേഖകളാണല്ലോ സംഭാവന സ്വീകരിച്ച. എന്താ മർക്കസിലെ യത്തീം കുട്ടികളോട് നരേന്ദ്രമോദിക്ക് പ്രത്യേക സ്നേഹമുണ്ടോ? ഏതായി നരേന്ദ്രമോദി? പാവപ്പെട്ട 2000 മുസ്ലിമീങ്ങളെ ക്രൂരമായി ചുട്ടുകൊന്ന കശാപ്പ് നടത്തിയ ഒരു കോൺഗ്രസുകാരനായ MP പോലും ചുട്ടുകൊന്നിട്ട് തന്റെ ഓഫീസിന് വാരകൾക്കപ്പുറം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വീട് പോലും സന്ദർശിക്കാൻ ഒരിക്കൽ പോലും അവസരം കാണാത്ത സഹോദരന്മാരെ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കറിയാം. സഹായിക്കണം. ബക്കറ്റുമായി നമ്മുടെ പ്രവർത്തകന്മാർ വരുന്നുണ്ട്. കഴിവുള്ള ആളുകൾ നന്നായി സഹായിക്കണം, അല്ലാത്തവരും പ്രത്യേകം സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം നിർത്തുകയാണ്. ഈ പറയുന്ന കാന്തപുരത്തിന് 5 കോടി രൂപ സംഭാവന കൊടുത്തയാൾ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ആളല്ല എന്ന് ഉറപ്പാണല്ലോ. പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ ചുട്ടുകൊന്നതിനെ കുറിച്ച്, കശാപ്പ് ചെയ്തതിനെ കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞത്, എന്റെ വണ്ടി പോകുന്ന സമയത്ത് ഒരു പട്ടി അതിനടിയിൽപ്പെട്ടാൽ ചത്തുപോകുമ്പോഴുണ്ട് ഒരു വൈകാരിക മനോഭാവമല്ലാതെ മുസ്ലിങ്ങൾ കൂട്ടക്കശാപ്പ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഒന്നുമല്ലെന്ന് പറഞ്ഞ ഈ നരേന്ദ്രമോദിയുമായി കാന്തപുരത്തിന്റെ ബന്ധമെന്ത്? അന്വേഷിക്കേണ്ട വിഷയമാണ്. 5 കോടി സംഭാവന കൊടുത്തു എന്നാണ് വാർത്തകൾ വന്നത്. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മോഡിയും BJPയും
അമേരിക്കയും ഇസ്രയേലും ജൂതന്മാരുമൊക്കെ പരസ്പര ബന്ധിത കണ്ണികളാണ്. ഞാൻ പറയട്ടെ, ഇവിടെ കേരളത്തിൽ അമേരിക്കയുടെ കോൺസുലേറ്റിലെ പ്രധാന രാഷ്ട്രീയ സാമ്പത്തിക മേധാവിയായ മാത്യു ബേ കാരന്തൂർ മർക്കസിൽ വന്ന് കാന്തപുരത്തിന് അമേരിക്കയിലേക്ക് ക്ഷണിച്ചെന്നില്ല. ഇതൊക്കെ ഗൗരവമുള്ള കേസെന്താ? കേരളത്തിൽ വേറെ സ്ഥാപനല്ലേ? കേരളത്തിന് പുറത്ത് സ്ഥാപനല്ലേ? ഈ കാണുന്ന മലയാള മനോരമ പത്രമാണ്. മലയാള മനോരമ പത്രം വമ്പിച്ച വാർത്തയെ റിപ്പോർട്ട് കൊടുത്തു. US പ്രതിനിധി കാന്തപുരം മുസ്ലിയാരെ സന്ദർശിച്ചു. എന്താണ് സന്ദർശിച്ചത്? എന്തിനാണ് മാത്യു ബേ US കോൺസുലേറ്റിലെ ഈ രാഷ്ട്രീയ സാമ്പത്തിക മേധാവി, പണം കൈകാര്യം ചെയ്യുന്ന ഈ മേധാവി എന്തിനാണ് മർക്കസിൽ വന്നത്? എന്തിനാണ് കാന്തപുരത്തെ മർക്കസിലേക്ക് ഇവനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചത്? എന്താണ് അമേരിക്കയും കാന്തപുരം തമ്മിലുള്ള ബന്ധം? എന്താണ് BJPയും കാന്തപുരം തമ്മിലുള്ള ബന്ധം? എന്താണ് മോഡിയും കാന്തപുരം തമ്മിലുള്ള ബന്ധം? എന്താണ് ജൂതന്മാരുടെ സ്റ്റാറുള്ള പാത്രം സ്വീകരിക്കാൻ ജൂതന്മാരും കാന്തപുരം തമ്മിലുള്ള ബന്ധം? ഇത് ഗൗരവകരമായ വിഷയമല്ലേ? ഇതൊരു പോസിറ്റീവ് വാർത്തയാണ് സങ്കല്പിക്കുക. മനോരമ പത്രം ജനറൽ പേജിൽ 3 കോളത്തിൽ വമ്പിച്ച ന്യൂസ് കൊടുക്കുമ്പോ US-ന്റെ ഈ പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ, സാമ്പത്തികകാര്യ ഉദ്യോഗസ്ഥൻ കേരളത്തിൽ കാരന്തൂർ മർക്കസിൽ വന്ന് കാന്തപുരത്തെ സന്ദർശിച്ച് അമേരിക്കയിൽ ക്ഷണിക്കുമ്പോൾ ഇത് കാന്തപുരത്തിന്റെ മെയിൻ വാർത്തയാണെങ്കിൽ, പോസിറ്റീവ് വാർത്തയാണെങ്കിൽ സിറാജിൽ ഫസ്റ്റ് പേജ് കൊടുക്കണ്ടേ? എന്തേ സിറാജ് ഈ വാർത്ത കൊടുക്കാതിരുന്നത്? ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾ വിലയിരുത്തുന്നുണ്ട്. ഗൗരവകരമായ യാഥാർത്ഥ്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. സത്യത്തിൽ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ, സുന്നത്ത് ജമാഅത്ത് അവിടെ ഇരിക്കട്ടെ, മുസ്ലിം സമൂഹത്തെ ഒറ്റിക്കൊടുക്കുന്ന പ്രവർത്തനങ്ങളുമായി സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി ഈ വിഭാഗം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ദൈന്യമായ ദൃശ്യമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദുരിപ്പിക്കുന്നില്ല, അല്ലെങ്കിലും എങ്ങനെ ഇവരൊക്കെ ചെയ്യാതിരിക്കുക? ഈ കാണുന്ന ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സ്വന്തം മകനൊരു മെഡിക്കൽ കോളേജിന്റെ ട്രസ്റ്റിയാകാൻ വേണ്ടി ഈ കാണുന്ന അപ്പുറത്തെ മർക്കസും അതിന്റെ പള്ളിയും 5 കോടി രൂപയ്ക്ക് ഈ ബാങ്കിൽ 1/2 കോടിയിലധികം രൂപ പലിശയ്ക്ക് പണയം വെച്ച വ്യക്തിയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. നിഷേധിക്കാൻ സാധിക്കുമോ? മുസ്ലിമീങ്ങൾ ചെയ്യോ? അത് പണ്ഡിതന്മാരോടൊക്കെ, സുന്നികളോട് നിൽക്കട്ടെ. ഒരു മുജാഹിദ് മൗലവി ചെയ്യോ? ജമാഅത്ത് മൗലവി ചെയ്യോ? ആരും ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത ഈ കടുങ്കൈ സ്വന്തം ജീവിതത്തിൽ പോലും പലിശ വാങ്ങാനും കൊടുക്കാനും തയ്യാറാകാത്ത മുസ്ലിം സമൂഹം. വലിയ പാതകങ്ങൾപ്പെട്ട ഗുരുതരമായ തെറ്റല്ലേ ഈ പാതകം? എന്നിട്ടാ മെഡിക്കൽ കോളേജ് എന്തായി? ഞാനിതിന്റെ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല. ഞാനിവിടെ കണ്ടപ്പോ, ഈ ബാങ്ക് കണ്ടപ്പോ ഓർമ്മയിൽ വന്നതാ. ഈ തരത്തിൽ കാന്തപുരം വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രമക്കേടുകൾ, സമുദായ വഞ്ചനകൾ, ഗൾഫിൽ പോയി അറബിയിൽ കാന്തപുരം പ്രസിദ്ധീകരിച്ച ലഘുലേഖ ഇക്കഴിഞ്ഞ റബീഉൽ അവ്വൽ പോയപ്പോൾ ലഘുലേഖന്റെ കൈവശം കിട്ടി. കാന്തപുരം ഗൾഫിൽ പ്രസിദ്ധീകരിച്ച് അറബികൾക്കിടയിൽ വിതരണം ചെയ്ത ലഘുലേഖയിൽ പറയുന്ന ഒരു വാദം കേൾക്കണം. 3000 ഹിന്ദുക്കൾ കാരന്തൂർ മർക്കസിന്റെ ഫലമായി ഇവിടെ ഇസ്ലാമതം വർഷം തോറും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. 3000 ഹിന്ദുക്കൾ ഇസ്ലാമിലേക്ക് കാരന്തൂർ മർക്കസിൽ വന്നിങ്ങനെ ഇസ്ലാമായിക്കൊണ്ടിരിക്കുക. എന്താ സംവിധാനം? അതുകൊണ്ട് സക്കാത്തിന്റെ ഫണ്ട് തരണം. ഇതാണ് അഭ്യർത്ഥന. അഡ്രസ്സും സക്കാത്തിന്റെ അക്കൗണ്ട് നമ്പറും ഗൾഫിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പൊന്നു സഹോദരന്മാരെ, ആ മാർഗത്തിൽ നിൽക്കുന്ന സാധാരണക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഉയർന്ന ആൾക്കാരോട് പറയാനുള്ള, അവരൊക്കെ അതിന്റെ ഭാഗവാക്കുകളാ, പറ്റുന്ന ആളുകളാ, പറ്റുകാരാ. സാധാരണക്കാർ ചിന്തിക്കണം. ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ നിൽക്കട്ടെ. ഈ 3000 ഹിന്ദുക്കൾ വർഷം തോറും മർക്കസിൽ ഇസ്ലാമതം സ്വീകരിക്കുന്നു, അതിനുവേണ്ടി മർക്കസ് പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞ് അറബികൾ സംഘടിപ്പിക്കുന്ന കോടിക്കണക്കിന് ദഅവത്തിന്റെ സക്കാത്തിന്റെ ഫണ്ട് അന്യായമായ വഴിക്ക് ചെലവഴിക്കുമ്പോൾ അത് ഹലാലാകുമോ? ആ രീതിയിൽ അംഗീകരിക്കുന്നത് ഏത് രീതിയിലാണ് നീതീകരിക്കപ്പെടുക? അത് വെച്ചുകൊണ്ട് ദീനീ പ്രവർത്തനം നടത്തിയാൽ ആ പ്രവർത്തനം എങ്ങനെ വിജയിക്കും? അള്ളാന്റെ സഹായം എങ്ങനെ ഉണ്ടാകും? ഗൗരവമുള്ള കേസല്ല ഇത്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഈ തരത്തിൽ കൃത്രിമങ്ങളുടെ പരമ്പരകളുമായി കാന്തപുരം വിഭാഗം മുന്നോട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അതിനേക്കാൾ വലിയ അപകടകാരികളുമായിട്ടുണ്ട്. ഞങ്ങൾക്ക് നാട്ടിലൊരു ചൊല്ലുണ്ട്, മൊല്ലാക്ക നിന്ന് പാത്തിയ കുട്ടികൾ മരത്തമ്മക്കാരി പാത്തും. എന്നൊക്കെ മൊല്ലാക്ക നിന്ന് മൂത്രമൊഴിച്ചാൽ കുട്ടികൾ മരത്തമ്മക്കാർ മൂത്രമൊഴിക്കും. സത്യത്തിൽ അതാ. ആ കാന്തപുരത്ത് ഇങ്ങനെ കാരണം മറ്റേ കുറ്റിപ്പുറത്ത് അബ്ദുൽ മുസ്ലിമില്ലേ, കാന്തപുരത്തിന്റെ അഖിലേന്ത്യാ ഓർഗനൈസറാണ്, നല്ല ശിഷ്യനാ. എന്താ പറ്റിയത്? കാന്തപുരം കോടികളാവുമ്പോൾ മൂപ്പര് ശതകോടികളാണ്, ശതകോടികൾ. എന്നിട്ട് കാന്തപുരത്തോട് ചോദിക്കും ചാനലുകാര്,
കുറ്റിപ്പുറോ? അറിയാം. അങ്ങനെ സ്ഥലമുണ്ടോ? നൂറോ? ഞാനറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. കുറ്റിപ്പുറോ അങ്ങനെ സ്ഥലമുണ്ടോ? കാന്തപുരം. ഓരോ പ്രാവശ്യവും ആ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ കുറ്റിപ്പുറത്തെ അബ്ദുന്നൂറിന്റെ കൊട്ടാരത്തിൽ ചെന്ന് പ്രത്യേകം ഭക്ഷണം പാകം ചെയ്ത് നേരത്തെ ഓർഡർ ചെയ്യും, കഴിച്ച് കുറ്റിപ്പുറത്തുനിന്ന് ഈ അബ്ദുന്നൂറിന്റെ ആഡംബരക്കാരെടുത്ത് യാത്ര ചെയ്യുന്ന കാന്തപുരം പറയുന്നത് എനിക്ക് കുറ്റിപ്പുറം അറിയില്ല, അബ്ദുന്നൂറിന് അറിയില്ല. ശിഷ്യന്മാർ അതിനേക്കാൾ വലിയ തട്ടിപ്പുകാരായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ഞാൻ സമയം നിർത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാ വിഭാഗം ആളുകൾക്കും ഇവരെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും ശരി, ഈ മുടിയും പൊടിയും പാനപാത്രവുമൊക്കെ സുന്നികൾക്ക് മാത്രമല്ല, കാന്തപുരം ഗ്രൂപ്പിന് മാത്രമല്ല, അമുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പോലും കൃത്യമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് വ്യാജമാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇതാ രാമന്തലയെ പോലുള്ള ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ. ഈ മുടി ഒറിജിനലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നാടകത്തിലെ തിരക്കഥ എഴുതിയവരും അഭിനയിച്ച ആളുകളും അതിനുവേണ്ടി ഓരോ നടന്മാരായി പ്രവർത്തിച്ചവരും ഒക്കെ ഇന്ന് ഇപ്പുറത്താ. അവരൊക്കെ കത്ത പറയും പോലെ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയുകയും അതൊക്കെ ക്ലിപ്പാക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ മുടി ഒറിജിനലാണെന്ന് ആ വിഭാഗത്തിൽ പോലും പറയാൻ പറ്റാത്ത സാഹചര്യം എത്രത്തോളം എന്ന് വെച്ചാൽ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ആരെങ്കിലും പ്രയാസമുണ്ടാക്കിയാൽ അള്ളാഹു ഒരു ശപിക്കും, അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റി നിർത്തും എന്ന് മാത്രമല്ല വഅഅദ്ദലഹും അദാബൻ മുഹീന, നിന്ദിക്കുന്ന ശിക്ഷ, മുഖം കെടുന്ന ശിക്ഷ അള്ളാഹുർക്ക് കൊടുക്കും. കണ്ണിയത്ത് ഉസ്താദ് അന്ന് ഈ സ്റ്റേജിൽ വെച്ച് 25 വർഷം മുമ്പ് ദുആ ചെയ്തതും അവരെ മുഖം കെടുക്കട്ടെ എന്ന രണ്ടും പരസ്പര ബന്ധിത. ഇന്ന് അവർ മുഖം കെട്ടുകൊണ്ടിരിക്കുക. മുഖം കെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ മുഖാമുഖം നടത്തിയ വീരന്മാരില്ല ഇവിടെ. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് മുഖാമുഖം കൊട്ടക്കണക്കിനാണ് മുഖാമുഖം നടത്തിയ മുഖാമുഖ വീരന്മാർ. എവിടെ പോയി മുഖാമുഖ വീരന്മാർ? എന്തേ പ്രശ്നം? ഒരു മുഖാമുഖത്തിൽ വന്നാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം മുടി ഒഴികെയെന്ന് ഇസ്തിസ്ന എഴുതിയേക്കാൻ പറ്റൂട്ടോ? ആ മുഖാമുഖം നടത്താൻ പറ്റില്ല. ഒരു മഹലിൽ, ഇവരുടെ മഹലിൽ പോലും മുജാഹിദ് വാങ്ങി വെച്ചിട്ട് മറുപടി പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇവരാളുകൾ നമ്മൾ എസ്കേസിനോട്ടുള്ള പറയാം, നിങ്ങൾ നോക്കി ഞങ്ങൾ വെച്ചാൽ മുടി പറയും മുജാഹിദ്, പിന്നെ പ്രശ്നമാവും. നമ്മളെ ബാക്കിൽ നടക്കുക അല്ലേ? ഈ മുഖാമുഖം നടത്തിയ ആളുകൾക്ക് സത്യത്തിൽ സംഭവിച്ച ദുര്യോഗം ഓർത്തു നോക്കി. മുഖം തുറന്നിടാൻ പോലും സാധിക്കാത്ത സാഹചര്യം, മുഖം തുറന്നു നടക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യം കാന്തപുരം വിഭാഗത്തിൽ വന്നു ചെയ്തു കഴിച്ചിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയില്ല ഈ പരമാർത്ഥം. ഈ യാഥാർത്ഥ്യം നിഷേധിക്കാനാകാത്ത പച്ച പരമാർത്ഥമാണ്. ഞാൻ ഒരു അവസാനമായ കാര്യം ചോദിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെ പോയി ആ പാനപാത്രം? എവിടെ പോയി കാന്തപുരത്തിന്റെ പാനപാത്രം കൊട്ടിഘോഷിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാൻ ഉപയോഗിച്ച പാനപാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാത്രം കാന്തപുരം കേരളത്തിൽ കൊണ്ടുവന്നല്ലോ. ആ പാത്രത്തിന്റെ ചിത്രമാണ് ഈ കാണുന്ന ചിത്രം. ഈ പാത്രത്തിലെ എഴുതിവെച്ച അറബി ലിഖിതങ്ങൾ, ജൂതന്മാർ ചിഹ്നം പോകട്ടെ, ഈ അറബി ലിഖിതങ്ങൾ പ്രവാചകന്റെ കാലത്തുള്ളതാണെന്ന് അറബിയെക്കുറിച്ച് വിവരമുള്ള ഏതെങ്കിലും ഒരാൾ അപ്പുറത്തിലാണെന്ന് പറയോ? പറയില്ലല്ലോ. എന്നിട്ട് യാതൊരു ഉളുപ്പമില്ല, നിർലജ്ജം ഇത് പ്രവാചക തിരുമേനിയുടെ പാനപാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, അന്ന് കാന്തപുരം പ്രഖ്യാപിച്ചു സിറാജ് പത്രം പിറ്റേ ദിവസം എഴുതി വെച്ചത് ഞങ്ങൾ വായിച്ചതാ. ഇത് അള്ളാന്റെ റസൂല് കുടിച്ച പാത്രമാണിത്. ഈ പാത്രത്തിൽ വെള്ളമൊഴിച്ച് കേരളത്തിലുടനീളം വിശ്വാസികൾക്കിടയിൽ അത് വിതരണം ചെയ്യാൻ ശാസ്ത്രീയമായ സംവിധാനം ഉടൻ പ്രഖ്യാപിക്കും. എവിടെ പോയി ആ പ്രഖ്യാപനം? ആണത്തമുണ്ടെങ്കിൽ, പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ കാന്തപുരം വിഭാഗത്തോട് പറയും, പുറത്തെടുക്ക് പാത്രം, പുറത്തെടുക്ക്. റസൂലുള്ളാഹിന്റെ പാത്രമാണെങ്കിൽ കൊണ്ടുവാ. കാന്തപുരത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമോ? കാന്തപുരത്തിന്റെ മുടി പോലെ, പൊടി പോലെ പാത്രവും അപ്രത്യക്ഷമായിരിക്കുക. ഞാൻ വിനയപൂർവ്വം പറയട്ടെ, ഇനി കാന്തപുരം ഗ്രൂപ്പ് ഇതിന് മറുപടി പറയാൻ അക്കൂട്ടത്തിൽ ആളുകളില്ല, സംഘടനയുള്ള ആളുകളില്ല, ചില പീക്കിരി പയ്യന്മാർ മാത്രം. ഇനി നമുക്കിതിനൊരു അവസാന സമ്മേളനം
ഇതാ കാന്തപുരത്തിന്റെ പാനപാത്രത്തിൽ നിന്ന് ഇടിക്കും പൊടിക്കും ചരമക്കുരുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഹാസമ്മേളനം നടത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാന്തപുരം ഗ്രൂപ്പിലെ ഒരാളും മറുപടി പറയാൻ തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന വിധം ആ കാര്യത്തിൽ ഒരു ജാഗ്രതയായി മാറിയിട്ടുണ്ട്. ഞാൻ അവസാനമായൊരു വാക്കുകൂടി പറയട്ടെ. സമസ്ത കേരള ജമ്മിയത്തുന്ന രാഷ്ട്രീയം കളിക്കാറില്ല. സമസ്തയ്ക്ക് രാഷ്ട്രീയത്തിനും കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല, വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം. അതേസമയം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ്. സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന, SKSSനെ സ്നേഹിക്കുന്ന, SYSSനെ സ്നേഹിക്കുന്ന, സമസ്തയെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് ചുറുചുറുക്കുള്ള പ്രവർത്തകന്മാർ നമ്മുടെ നാടുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില രാഷ്ട്രീയക്കാർ എന്നും ചില ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടി കാന്തപുരത്ത് പിന്നിൽ നടക്കുന്നുണ്ട്. അത്തരം ആളുകൾ കാര്യം തിരിച്ചറിയണം. ഇന്നത്തെ ചന്ദ്രികാ ദിനപത്രമാണ്. ഇന്നത്തെ ചന്ദ്രികാ ദിനപത്രത്തിലെ വാർത്തയുണ്ട്, വലിയ വാർത്ത. എന്താണ് വലിയ വാർത്തയാണോ? ഈ വലിയ വാർത്ത മർക്കസ് കോളേജ് നോളജ് സിറ്റിയിൽ റിട്ടയർമെന്റ് വില്ലേജ് വരുന്നു. അത് തിരക്കടില്ല. മർക്കസ് നോളജ് സിറ്റി റിട്ടയർമെന്റ് വില്ലേജ്. ഇതൊക്കെ സംഘടനാ പ്രവർത്തനം നിർത്തിയാൽ താമസിക്കാൻ സ്ഥലം നല്ല പരിപാടി തന്നെയാണ്. കാരണം കാന്തപുരം വിഭാഗത്തിന് വൈകാതെ ഇങ്ങനത്തെ ഒരു വില്ലേജ് ആവശ്യമാവുന്ന ഉറപ്പാ. അത് നല്ല പരിപാടി. പക്ഷേ ഈ വാർത്തയിൽ പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് കൺസൾട്ടന്റായ അഡ്വക്കേറ്റ് SS ഖാദറാണ് കൈക്ക ഗ്രൂപ്പ് ചെയർമാൻ. റിട്ടയർമെന്റ് ഹോമിന്റെ നിർമ്മാണവും നടത്തിപ്പും സംബന്ധിച്ചാണ് ഗ്രൂപ്പുമായി മർക്കസ് നോളജ് സിറ്റി ധാരണയായത്. ഇത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ നോളജ് സിറ്റി ചെയർമാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും കൈക ഗ്രൂപ്പിൽ CMD SS ഖാദറും ഒപ്പുവെച്ചു. പിന്നെ ചടങ്ങിൽ പങ്കെടുത്ത മർക്കസിന്റെ കുറെ ആൾക്കാരെ പേര് പറഞ്ഞിട്ട് അവരൊക്കെ പങ്കെടുക്കേണ്ട. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ മുപ്പതിന്റെ ആളാണ് പങ്കെടുക്കട്ടെ. അതുപോലെ തന്നെ AP അബ്ദുൽ കരീം ഹാജി അതിന്റെ ആളാ. C മുഹമ്മദ് ഫൈസി അതിന്റെ ആളാ. ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിന്റെ സ്വന്തം ആളാ. ഇത്തരം ആളുകൾ കുറെ പേരുണ്ട്. പക്ഷെ അതിൽ രണ്ടാമനായി പങ്കെടുത്ത ആളായി എഴുതി വച്ചിരിക്കുന്നത് C മോയിൻകുട്ടി MLA. C മോയിൻകുട്ടി MLA ആയിരുന്നാലും ശരി, K മോയിൻകുട്ടി MLA ആയിരുന്നാലും ശരി, ഇത്തരം കാന്തപുരത്തിന്റെ തട്ടിപ്പ് ബിസിനസ്സുകളുടെ പിന്നിൽ നടന്നുകൊണ്ട് ഒരു നിലയിലും ആവശ്യമില്ലാത്ത വിധം ഇത്തരം ബിസിനസ് സംരംഭങ്ങൾ അവർക്ക് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടാൻ വേണ്ടിയും ആളുകൾ ചൂഷണം ചെയ്യാൻ വേണ്ടിയും നടത്തുന്ന ഇത്തരം പരിപാടികൾ അതിന്റെ ഒരു ഷെയർ ഹോൾഡറാണെന്ന് പോലും അവകാശവാദം ഉന്നയിക്കാത്ത കേവലം ഒരു പൊതുപ്രവർത്തകനായ ഈ MLA കാന്തപുരത്തിന്റെ ഈ പരിപാടിയിലും പേര് വെച്ചുകൊണ്ട് രണ്ടാമനായി പങ്കെടുത്തുവെങ്കിൽ കാന്തപുരത്തിന്റെ ഒപ്പം ഇത്തരത്തിൽ പിന്തുണ നൽകിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ പൊതുവികാരം മനസ്സിലാക്കാതെ സുന്നത്ത് ജമാഅത്തിലെ ധീരരായ ചുണക്കുട്ടിയുടെ വികാരം കണക്കിടെ മുന്നോട്ട് പോയാൽ അവരത് അടുത്ത ഇലക്ഷനിൽ തിരിച്ചറിയേണ്ടി വരുമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.